ഒരിക്കൽ നാരദ മഹർഷി വൈകുണ്ഠത്തിലെത്തി. തന്റെ ഭക്തിയിൽ അദ്ദേഹത്തിന് വലിയ അഭിമാനമുണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിനോട് ചോദിച്ചു, നാരായണ, എന്താണ് ഈ മായ? ഞാൻ 3 ലോകങ്ങളിലും സഞ്ചരിക്കാറുണ്ട്, പക്ഷേ മായ എന്നെ ഇതുവരെ സ്പർശിച്ചിട്ടേയില്ല. യഥാർത്ഥത്തിൽ ഈ മായ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഭഗവാൻ വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നാരദ മഹർഷി, ഇതിനുള്ള ഉത്തരം വാക്കുകളിലൂടെയല്ല, അനുഭവത്തിലൂടെയാണ് ലഭിക്കുക. അങ്ങ് എന്റെ കൂടെ ഭൂലോകം വരെ ഒന്ന് വരൂ. അങ്ങനെ രണ്ടുപേരും കത്തുന്ന വെയിലിൽ ഒരു മരുഭൂമിയിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് വിഷ്ണു ഭഗവാൻ ഒരു മരത്തണലിൽ നിന്നു. അദ്ദേഹം പറഞ്ഞു, നാരദ മഹർഷി, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, തൊണ്ട വറ്റി വരളുന്നു. അങ്ങ് അടുത്തുള്ള ഗ്രാമത്തിൽ പോയി എനിക്കായി കുറച്ച് ജലം കൊണ്ടുവരാമോ? നാരദ മഹർഷി പറഞ്ഞു, അതിനെന്താ പ്രഭു, അങ്ങയ്ക്കായി ഞാൻ ഇപ്പോൾ തന്നെ ജലം കൊണ്ടുവരാം. അദ്ദേഹം വേഗത്തിൽ ഗ്രാമത്തിലേക്ക് നടന്നു. നാരദ മഹർഷി ഒരു വീടിന്റെ മുന്നിലെത്തി. വാതിൽ മുട്ടി. അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് വാതിൽ തുറന്നത്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയ നിമിഷം നാരദ മഹർഷി എല്ലാം മറന്നുപോയി. താൻ ആരാണെന്നും എന്തിനാണ് വന്നതെന്നും അദ്ദേഹം മറന്നു. ത്രിലോകനാഥനായ വിഷ്ണു ഭഗവാൻ താൻ കൊണ്ടുവരുന്ന ജലം പാനം ചെയ്യാൻ തനിക്കായി മരുഭൂമിയിൽ മരത്തിനു ചുവട്ടിൽ കാത്തിരിക്കുകയാണെന്ന് പോലും നാരദ മഹർഷി മറന്നുപോയി. നാരദ മഹർഷി ആ പെൺകുട്ടിയുടെ പിതാവിനോട് അവളെ വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. വിവാഹം നടന്നു. കാലങ്ങൾ കടന്നുപോയി. നാരദ മഹർഷി ഒരു തികഞ്ഞ കുടുംബസ്ഥനായി മാറി. അവർക്ക് മക്കളുണ്ടായി. പിന്നെ മക്കളുടെ മക്കളും കൃഷിയിലും കുടുംബ സുഖത്തിലും മുഴുകി നാരദ മഹർഷിയുടെ വർഷങ്ങൾ കടന്നുപോയത് അദ്ദേഹം അറിഞ്ഞതേയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം നാടിനെ നടുക്കിയ വലിയൊരു പ്രളയമുണ്ടായി. ഗ്രാമം മുഴുവൻ മുങ്ങാൻ തുടങ്ങി. നാരദ മഹർഷിയുടെ വീടും ഒലിച്ചുപോയി. അദ്ദേഹം തന്റെ ഭാര്യയുടെ കൈ പിടിച്ചു, മക്കളെ തോളിലേറ്റി. പക്ഷേ പ്രളയത്തിന്റെ ഒഴുക്ക് അതിശക്തമായിരുന്നു. ഓരോരുത്തരായി അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് വേർപെട്ടു പോയി. അവസാനം ഭാര്യയും ഒഴുക്കിൽപ്പെട്ടു. നാരദ മഹർഷി തനിച്ചായി മാറി. ആ ഒഴുക്കിൽ മുങ്ങി പൊങ്ങിക്കൊണ്ട് അദ്ദേഹം ഉറക്കെ നിലവിളിച്ചു, പ്രഭു, എന്നെ രക്ഷിക്കൂ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഭഗവാനെ കാത്തു രക്ഷിക്കണേ. പെട്ടെന്ന് പ്രളയത്തിന്റെ ശബ്ദം നിലച്ചു. വെള്ളം അപ്രത്യക്ഷമായി. നാരദ മഹർഷി കണ്ണു തുറന്നു നോക്കിയപ്പോൾ താൻ അതേ മരുഭൂമിയിൽ നിൽക്കുകയാണെന്ന് കണ്ടു. അവിടെ പ്രളയമില്ല, കുടുംബമില്ല. മുന്നിൽ ഭഗവാൻ വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭഗവാൻ ചോദിച്ചു, നാരദ മഹർഷി, ഒരുപാട് നേരമായി എന്റെ ജലം അവിടെ? നാരദ മഹർഷി വിറച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, പ്രഭു, ഒരുപാട് നേരമായോ? അവിടെ ഞാൻ എന്റെ ഒരു ജീവിതം മുഴുവൻ ജീവിച്ചു കഴിഞ്ഞു, എന്റെ കുടുംബം, എന്റെ ആ വർഷങ്ങൾ. അപ്പോൾ വിഷ്ണു ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് നാരദ മഹർഷിയോട് പറഞ്ഞു, ഇതാണ് മായ, നാരദ മഹർഷി. വെറും നിമിഷങ്ങൾക്കുള്ളിൽ ആ മായ അങ്ങയെ എന്നിൽ നിന്നും അകറ്റി. ഈ ലോകത്ത് നമ്മുടേതെന്ന് നാം കരുതുന്നതെല്ലാം മനസ്സിന്റെ വെറും ഭ്രമമാണ്. അതുകൊണ്ട് സന്തോഷപൂർവ്വം ജീവിക്കുക, കടമകൾ ചെയ്യുക. പക്ഷേ നാരദ മഹർഷിയെ പോലെ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത്, ആ ലക്ഷ്യം മറന്നു പോകാതിരിക്കുക. ആ ലക്ഷ്യം ഭഗവാന്റെ നാമമാണ്. വിഷ്ണു ഭഗവാന്റെയും നാരദ മഹർഷിയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹർ ഹർ മഹാദേവ്.